നമ്മൾ കണ്ടിട്ട് കുറേ ആയില്ലേ? കുറേ ആയതിൻ്റെ കാരണം ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു എൻ്റെ ശരീരം കൊണ്ട്. എന്നെ അറിയാവുന്നവർക്കും എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കും എൻ്റെ കൂട്ടുകാർക്കും അറിയാം എന്തായിരുന്നു എൻ്റെ പഴയ അവസ്ഥ എന്നത്. സങ്കടങ്ങൾ തന്ന കാലത്തെ നമ്മൾ വേഗം മറക്കണം, അത് തന്ന പാഠം നമ്മൾ പഠിക്കണമെന്ന് പറയും. അതെ, ഞാൻ എൻ്റെ സങ്കടങ്ങൾ തന്ന ആ ഒരു 2 വർഷത്തെ ഞാൻ പൂർണ്ണമായിട്ടും മറന്നു. ഇപ്പം ഞാൻ എൻ്റെ പുതിയൊരു ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെ നീ അത് മറന്നോ എന്ന് ചോദിച്ച് ദൈവം വന്നത്. എന്നാൽ നീ മറന്നെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ആ പഴയ അസുഖം എന്നിലേക്ക് തന്നെ ദൈവം തന്നു. വീണ്ടും എൻ്റെ കാലിന് വേദന വന്നു. പിന്നെ ഞാൻ ഞൊണ്ടി നടക്കാൻ തുടങ്ങി. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, ടാബ്ലറ്റ് എടുത്തു. ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ സർജറി ചെയ്യണം. അപ്പോൾ കേട്ടൊരു നിമിഷം എനിക്ക് സങ്കടം വന്നെങ്കിലും പിന്നെ എനിക്ക് സങ്കടമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സന്തോഷത്തോടെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ ലൈഫിൽ എവിടെയെങ്കിലും ദൈവം എനിക്കൊരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് കണ്ടുവച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവം എനിക്കത് തരട്ടെ. പണ്ട് കളിയാക്കിയവർക്കും ഇപ്പം കളിയാക്കാൻ ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അവർ കളിയാക്കട്ടെ, എന്നെ ഞൊണ്ടിന്ന് വിളിക്കട്ടെ, അതെല്ലാം ഞാൻ സന്തോഷത്തോടെ ഞാൻ ഏറ്റെടുക്കും. ഇനി എൻ്റെ ലൈഫ് ഓർത്ത് സങ്കടപ്പെടാനോ കരയാനോ എനിക്ക് ടൈമില്ല. എനിക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയം എനിക്കിപ്പോൾ ഉണ്ട്. അപ്പം എൻ്റെ കുട്ടി ഗെറ്റ് റെഡി വീഡിയോ കണ്ടല്ലോ. ആസ് യൂഷ്വൽ ചെയ്യുന്ന സ്കിൻ കെയർ ഒക്കെ ആയിരുന്നു. എൻ്റെ പുതിയ ഉടുപ്പാട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി എത്ര നാൾ ഇങ്ങനെ നടക്കുമെന്നോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമെന്നോ എന്നും അറിയില്ല. ഇപ്പോൾ ഒരു വേദന കുറഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പോകുന്നിടത്തോളം പോകട്ടെ അല്ലേ?